എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂജി ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സംഘം ഇല്ലേ, സംഘന്മാരുടെ ഏൽപ്പിച്ചോ. കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. ഇനിയും വന്നിരിക്കുക ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താവെന്നും പറഞ്ഞു. അതിന് മുമ്പുണ്ട് കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപിടി. എന്തെല്ലാം കേസാണ് ഉണ്ടായത്, എല്ലാം നമ്മൾ മറന്നോ? ഒക്കെ മറന്നു കാണുന്നത്. നേതാക്കൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നേതാക്കൾ പറഞ്ഞതിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കേൾക്കണ്ടേ? ഇത് ഗ്രാമ്യഭാഷയൊന്നുമില്ല, ഞങ്ങളൊക്കെ ഗ്രാമത്തിൽ വസിക്കുന്നവരാണ്. ഇത് അഹങ്കാരത്തിൻ്റെയും വിവരമില്ലായ്മയുടെയും ഉത്തമ ഉദാഹരണമാണ് എം എം മണിയുടെ ഈ പ്രയോഗം. നേതാക്കന്മാരെ മൊത്തം അങ്ങനെ ഒരു അധിക്ഷേപിച്ചൊരു വർത്തമാനം പറയുന്നത് എനിക്ക് തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നിയില്ല. ശരിയായ ഒരു നടപടി അല്ല താനും അത്. അതായത് ആ ഒരു വഴക്കം എന്ന് പറയുന്നത് അതൊരു അനുകൂലമാക്കി മാറ്റി, ആ ഒരു കാര്യങ്ങളെ പ്രാദേശിക ഭാഷ എന്നുള്ള രീതിയിലാക്കി മാറ്റുന്നതിനെ പറ്റി ഞങ്ങൾക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ലാത്ത ഒരു കാര്യങ്ങളാണ്. അദ്ദേഹം മനുഷ്യൻ എപ്പോഴും മാതൃകയായ രീതിയിൽ സംസാരിക്കേണ്ട ആളുകൾ ആ മാതൃകാപരമായി തന്നെ സംസാരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചെയ്യാതെ വന്നാൽ അത് പൊതുസമൂഹത്തിന് തന്നെ അത് വലിയ നാണക്കേടായി മാറും. അത് ഉടുമ്പൻചോല നിവാസികൾക്ക് വലിയ നാണക്കേടാണ്. ഇതൊന്നല്ലേലും ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയല്ലേ, ഈ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കില്ല. അത് വളരെ മോശമായ രീതിയിലാണ് പുള്ളി പറഞ്ഞത്. രാഹുൽ ഗാന്ധിനെ വരെ മോശമായ രീതിയിൽ പറഞ്ഞേക്കുന്ന ആൾക്കാരവർ. പിന്നെ ഇവരുടെയൊക്കെ ഒരു സംസ്കാരം അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. എം എം മണിയെ പോലുള്ള ആളുകൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ അത് തിരുത്തുമെന്ന് മാത്രമാണ്. വാ തുറന്നാൽ തെറി പറയാനും ഭക്ഷണം കഴിക്കാനും നുണ പറയുന്നതിനും വേണ്ടി മാത്രമാണ് എം എം മണി വാ വിളിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ വളരെ മോശമായ രീതിയിലുള്ള ശ്രീ എം എം മണി MLA യുടെ ഈ അധിക്ഷേപം അവസാനിപ്പിക്കണം.